ഞാൻ നന്ദകുമാർ. എനിക്ക് 2019 ബ്ലഡ് ക്യാൻസർ വന്നതാണ്. അങ്ങനെ അതിൻ്റെ 4th സ്റ്റേജായിരുന്നു. പിന്നെ അത് നമ്മൾ അറിയാൻ വൈകി. 4th സ്റ്റേജിലാണ് ഇത് അറിയുന്നത്. അപ്പോഴേക്കും അരക്കി കഴിപ്പിട്ടാണ് തളർന്ന് കംപ്ലീറ്റ് ഒരു വിരൽ പോലും ഇറങ്ങിയിരുന്നില്ല. ആ ഒരു സ്റ്റേജായി. പിന്നെ 6 കീമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ക്യാൻസറിൻ്റെ സെല്ലുകളൊന്നും ബോഡിയിലില്ല. പക്ഷേ ഈ അരക്കി കഴിപ്പിട്ട് തളർന്നത് തന്നെ ശരിയായി വരുന്നതാണ് അവർ പറഞ്ഞത്, മറ്റേ അലോപ്പതിക്കാർ. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആയുർവേദത്തിൽ 1-2 സ്ഥലത്ത് പോയി. അപ്പോൾ അവിടുന്ന് ഇതുവരെ ഒഴിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ പറയത്തക്ക ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് പിന്നെ ഡോക്ടറെ കുറിച്ച്, കടവത്ത് ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നു. അങ്ങനെ ഡോക്ടറെ ഞാൻ ഈ ജൂലൈ 8-ാം തീയതി വന്ന് കണ്ടു. അങ്ങനെ ഇവിടെ അഡ്മിറ്റായി. അപ്പോൾ വരുമ്പോൾ എനിക്ക് അത്ര വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ 1-2 സ്ഥലത്ത് പോയിട്ടൊന്നും പറയത്തക്ക ഒരു പ്രയോജനമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡോക്ടർക്ക് പക്ഷേ നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ച ഇവിടെ വന്ന് ആദ്യ ദിവസം ഡോക്ടർ എണ്ണപ്പാത്തിയിൽ കിടത്തി നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ പെയിനുകളൊക്കെ അറിയുന്നുണ്ട്. പെയിനെല്ലാം പെട്ടെന്ന് നമ്മളറിയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യം അതിൻ്റെ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. പാത്തിയിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഒരു മറ്റത് പിടിച്ചിട്ടും ഇതൊക്കെ വേണം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിക്കുക വേണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ കിട്ടി. പിന്നെ 2-ാമത്തെ ആഴ്ച കിഴി ഇതൊക്കെ തുടങ്ങിയപ്പോൾ നല്ല എഫക്റ്റ്, നല്ലൊരു വ്യത്യാസം വന്നു. ആ കിഴിയിലാണ് ഒരുപാട് പിക്കപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ പാത്തിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഇറങ്ങാനായി. പിന്നെ ഡോക്ടർ പറഞ്ഞു, അതുവരെ ഞാൻ വീൽ ചെയറിലായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോകുമ്പോഴൊക്കെ വീൽ ചെയറിലാണ് പോയത്. അത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് വാക്കർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്കർ ഉപയോഗിച്ചു. വാക്കർ ഉപയോഗിച്ച് വലിയ കുഴപ്പമില്ലാതെ ഞാൻ നടന്നു പോകുന്നു. അങ്ങനെ 2-4 ദിവസം വാക്കർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്റ്റിക്ക് മില്ലിക്ക് പോകാം. എന്നിട്ട് അങ്ങനെ സ്റ്റിക്ക് മില്ലിക്ക് പോയി. അപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു. സ്റ്റിക്കുമ്പോൾ നടക്കുമ്പോൾ വല്ലാത്തൊരു, പക്ഷേ പേടിക്കേണ്ട, പേടിയിട്ട് പോകാമെന്നുണ്ട് ഡോക്ടർ ഒരു കോൺഫിഡൻസ് തന്നോട് കൂടിയിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിൽ വെച്ച് സുഖമായിട്ട് ബാത്റൂം മറ്റേ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോകും. പിന്നെ പാത്തിയിൽ കയറാനും ഇറങ്ങാനൊക്കെ. പിന്നെ ആദ്യത്തെ ഘട്ടമുള്ള ചേച്ചി അങ്ങനെ നവര തുടങ്ങി. അപ്പോൾ നവര ഇപ്പം ഒന്ന് അവസാനിച്ചു. അപ്പോൾ മറ്റേത് എനിക്കുമ്പോഴൊന്നും എനിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബട്ടക്സ് പൊങ്ങില്ല. എന്താ പറയുക, ഭയങ്കര വെയിറ്റായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നന്നായി പ്രഷർ കൊടുത്തിട്ട് വേണം എനിക്കണമെങ്കിൽ. ഇപ്പോൾ വെറുതെ ഒന്ന് ഒരു വിരലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുക വേണ്ട, ഒന്ന് ജസ്റ്റ് കുത്തി അപ്പോൾ തന്നെ അങ്ങനെ ഇരിക്കാം. പിന്നെ നിന്നിട്ട് എനിക്ക് തോർത്തുകൊണ്ട് ചിറ്റാം. അത്യാവശ്യം ചെറിയൊരു ബാലൻസിൻ്റെ ഉണ്ട്, അത് പക്ഷേ തന്നെ ശരി വരുന്നുണ്ട്. അപ്പോൾ ആ മുണ്ട് ചിറ്റാൻ വരെ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിന്നിട്ട് എവിടെയും പിടിക്കാൻ്റെ ജസ്റ്റ് ഒരു മുണ്ട് ചിറ്റാം. ആരും ലെവലായി. ഇനിയിപ്പോൾ നവര കഴിഞ്ഞു. നവര കഴിഞ്ഞപ്പോൾ അതിൻ്റെ 15 ദിവസം കഴിഞ്ഞല്ലേ അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണല്ലോ.